ശരിക്കും നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എവിടെയാണ് എത്തിച്ചേരാന്നൊന്നും അറിയത്തില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടെയാണ് എത്താൻ തോന്നുന്നത് അവിടെ നമ്മൾ നിർത്തും. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2024 നമുക്ക് നല്ലൊരു വർഷമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മോശം കാര്യങ്ങളൊക്കെ ദുബായിൽ നടന്നായിരുന്നു. വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ നടന്ന വർഷം. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിരുന്നു 2024. 2025 നല്ലൊരു വർഷമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. വയൽനാട് ലൈഫ് എന്ന ചാനലിന്റെ ഹാപ്പി ന്യൂ ഇയർ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ബീച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ബീച്ചിലേക്ക് പോകാം. ഷാർജ ബീച്ചാണ് നിയറസ്റ്റ് കാണിക്കുന്നത്. അവിടേക്ക് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂസ്. ഇത് ഷാർജ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷാർജ സഫാരി മോൾ. എന്ത് ഭംഗിയായിട്ടാണ് ഒരു സിറ്റി ഇട്ടിരിക്കുന്നത് അല്ലേ. ന്യൂ ഇയറിന്റെ സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മോൾസ് ഒക്കെ. അല്ലെങ്കിലും ദുബായ്ക്ക് നല്ല ഭംഗിയാണ്. എപ്പോഴും ലൈറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയാക്കി ഇടാൻ അവരെപ്പോഴും ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അൽക്കസ്ബ കനാലിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അവിടെ എത്തിയപ്പോഴേക്കും ബീച്ച് ക്ലോസ് ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം UAE നൈറ്റ് പെട്ടെന്നാവും. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാവും. അപ്പോൾ അവർ അലോ ചെയ്യില്ല ബീച്ചിലേക്ക്. അപ്പം ബീച്ച് അവർ ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഈ മജാസ് പാർക്ക് എന്നാണ് ഈ പാർക്കിന് പറയുന്നത്. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു 20 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. അപ്പം നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇന്നലെ ഇവിടെ, അതായത് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസ് ഇവിടെ നടന്നായിരുന്നു. ഫയർ വർക്കൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികളും വലിയവരൊക്കെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. അൽക്കസ്ബ കനാലാണ് ഇത്. അൽഖാൻ ബീച്ചിൻ്റെ സൈഡിലായിട്ടുള്ളതാണ് ഈ ഒരു അട്രാക്ഷൻ. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലുള്ളൊരു ബോട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഇവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്താൽ നമുക്കിതുപോലെ കനാലിലൂടെ ഇങ്ങനെ പോകാം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷവർമ കിട്ടുന്നത് ലാഫ. ഈ ഇതാണ് കണ്ടോ, ലാഫയിലെ തിരക്കണ്ടില്ലേ. ഇതാണ് ബെസ്റ്റ് ഷവർമ കിട്ടുന്ന സ്പോട്ട്. ഇപ്പോൾ UAE കുറേ ബ്രാഞ്ചസ് ഉണ്ട് ലാഫയ്ക്ക്. ലാഫ ഷവർമ അടിപൊളിയാണ്.
അപ്പോൾ ഇവിടെയാണ് ഇന്നലെ ന്യൂ ഇയർ ഫയർ വർക്ക്സ് ഒക്കെ നടന്നത്. അവിടെ ഇപ്പോൾ അൽമജാസ് വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെ നമുക്ക് പെഡൽ ബോട്ട് ഉണ്ട്. 15 ദിർഹംസ് മുതലാണ് ഉള്ളത്. സിംഗിള് ഡബിള് നോക്കാം എന്തായാലും പോയിട്ട്. ഈ കാണുന്ന സിംഗിളിൻ്റെ ഒരു ബനാന ബോട്ടാണ്. കുറച്ച് ദൂരത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മാത്രമേ എല്ലാവരെയും അലൗ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗാർഡ് ഇവിടെ നിൽക്കുന്നതാണ്. ഇതൊരു അൽമജാസ് പാർക്കാണ്. ഇവിടെ ഈവനിങ് ആകുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും. ചുമ്മാ ഇരിക്കുന്നത്. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ കുറേ സമയം സ്പെൻഡൊക്കെ ചെയ്ത് ചുമ്മാ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഇവിടെ. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലും ഫങ്ഷൻസ് നടത്തണമെങ്കിൽ നടത്താൻ പറ്റും. അപ്പം ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് വന്ന വരവാണ് ഈ ബോട്ട്. എന്തായാലും നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിലും സീറ്റിംഗ് ഒക്കെ ഉണ്ട്, ആൾക്കാർക്കൊക്കെ ഇരിക്കാം. അപ്പം നമ്മളിത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇവിടെ അവരെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിറയെ എംറ്റി ബോട്ടുകളൊക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പേയ്മെൻ്റൊക്കെ അടച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്ക് തന്നെ തുഴഞ്ഞുകൊണ്ട് ഇവിടെ കൂടെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കൗണ്ടർ ഇതാണ്. അപ്പോൾ ഓരോ ബോട്ടിൻ്റെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൗണ്ടേഴ്സ്. ഒരു ഫാമിലി കെയറാണ്. കണ്ടോ? അവരിപ്പോൾ യാത്ര തിരിക്കാൻ പോവാണ്. നല്ല രസമാണ് ഇവിടെ കൂടെ ഇങ്ങനെ പോവാൻ, ഈ തണുപ്പൊക്കെ കൊണ്ട്. ഇതുപോലൊരു വെഹിക്കിൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കയറിയാൽ നമുക്കിത് ചുറ്റും കണ്ട് തിരിച്ചു വരാൻ പറ്റും. നമ്മളപ്പം എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ലാഫയിൽ പോയിട്ട് ഒരു ഷവർമ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ കുറേ നേരം സെർച്ച് ചെയ്തിട്ടാണ് ഒരു 2 സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. എല്ലായിടത്തും നല്ല ബിസിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇരുന്ന് നമ്മൾ ഒരു 2 ഷവർമയ്ക്ക് ഓർഡർ എടുക്കാനുള്ള പ്ലാനാണ്. ഈ കാണുന്നതാണ് മെയിൻ ഷോപ്പ്. ഇത് റോഡിൻ്റെ അപ്പുറത്താണ് ഈ കാണുന്ന ഷോപ്പ് ഉള്ളത്. അപ്പം ഇവർക്ക് കുറേ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ വശത്ത്, അതായത് ഞങ്ങൾ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് കുറേ ഇങ്ങനെ ഹോള് പോലെ എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഷവർമ വന്നു. നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മൾ ബ്ലാക്ക് ടീയും ഹോട്ട് ചോക്ലേറ്റും ആണ് പറഞ്ഞത്. അത് വന്നിട്ടുണ്ട്. നമ്മൾ ഷവർമ കഴിക്കുവാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. അപ്പം നമ്മൾ ഷവർമയൊക്കെ കഴിച്ച് മുന്നോട്ടിങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പാലമാണിത്.
ഇത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ മൂവീസ് ഒക്കെ ഇട്ട് കൊടുക്കും പിള്ളേർക്ക്. ഇവിടെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോർണിഷിലേക്കാണ്. ഇത് ഇവിടം വരെ കടൽ വന്നതായിരുന്നു, അത് തിരിച്ചിറങ്ങി പോയിരിക്കുകയാണ്. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കടൽ ഒത്തിരി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ കടലായിട്ട് ഉണ്ടായിരുന്നത്. കടൽ മീൻസ് അവർ നിർമ്മിച്ചിരിക്കുന്ന കടലാണ് കേട്ടോ. ഇത് നാച്ചുറൽ കടലല്ല, ഇത് മാൻമെയ്ഡ് കടലാണ്. കോർണിഷാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഈ തിളങ്ങുന്നൊക്കെ ജെല്ലി ഫിഷ് ആട്ടോ. ജെല്ലി ഫിഷ്, ഇതൊരു ജെല്ലി ഫിഷാണ്, കണ്ടില്ലേ? കണ്ടോ, ഇതൊരു വലിയ ആൽഗയാണ് കേട്ടോ. ഇവിടെ വന്ന് കിടക്കുക. വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്നൊരു ജെല്ലി ഫിഷാണ്. ചത്തുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കോർണിഷിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.